വജ്രം പതിപ്പിച്ച സ്വർണ്ണ വെള്ളി ആഭരണങ്ങൾ ദുബൈയിൽ നിന്ന് കൊണ്ടുവരുന്നതിന് നിരോധനം. ഒരു ഔൺസിന് $30 ഡിസ്കൗണ്ട് ദുബൈ പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് ഇത്. ഇറാൻ യുദ്ധം മൂലം ആഭരണ വ്യാപാരവും ടൂറിസവും അടക്കം സാമ്പത്തിക പ്രവർത്തനങ്ങൾ സ്തംഭിച്ചതിനാലാണ് ആഭരണ വ്യാപാരികൾ ഡിസ്കൗണ്ട് പ്രഖ്യാപിച്ചത്. വിമാന സർവീസ് പുനരാരംഭിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിലേക്ക് ആഭരണ ഒഴുക്ക് തന്നെ ഉണ്ടാവുമെന്നും ആഭ്യന്തര വിലകളെ അത് ബാധിക്കുമെന്നും കണ്ടാണ് കേന്ദ്ര സർക്കാരിന്റെ നിരോധനം. പുതിയ ചട്ടം പ്രാബല്യത്തിൽ വന്നു. ജൂൺ 30 വരെ തുടരും. ഒന്നിച്ച് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടും ഒരേ PNR ആയിട്ടും വിമാനത്തിൽ പലയിടത്തായി ഇരിക്കേണ്ടി വരുന്ന സ്ഥിതി ഇനി മാറും. ഇതിനു കൂടി സഹായിക്കുന്ന വിധത്തിൽ കുറഞ്ഞത് 60% സീറ്റുകൾക്ക് പ്രത്യേക നിരക്ക് ഈടാക്കരുതെന്ന് സർക്കാർ നിർദ്ദേശം. കായിക സംഗീത ഉപകരണങ്ങളുടെ കാര്യത്തിൽ യാത്രക്കാർക്കിണങ്ങുന്ന നയം സ്വീകരിക്കാനും നിർദ്ദേശം. റിലയൻസ് ഇൻഡസ്ട്രീസ് ഡിജിറ്റൽ വിഭാഗമായ ജിയോ പ്ലാറ്റ്ഫോംസിന്റെ വരാനിരിക്കുന്ന IPOയ്ക്ക് 17 നിക്ഷേപ ബാങ്കുകളെ നിശ്ചയിച്ചു. 40,000 കോടിയോളം രൂപയുടെ IPOയ്ക്ക് വേണ്ടിയുള്ള ഔപചാരിക തുടക്കം കൂടിയാണ് ഇത്. ഗോൾഡ്മാൻ സാച്സ്, മോർഗൻ സ്റ്റാൻലി തുടങ്ങിയവ ഇക്കൂട്ടത്തിൽ ഉൾപ്പെടും. പഞ്ചസാര കമ്പനികളുടെ ഓഹരി വില 2 ദിവസമായി നല്ല ഉയർച്ചയിൽ. ബ്രസീലിലെ മികച്ച ഉൽപാദനം മൂലം ആഗോളതലത്തിൽ പഞ്ചസാരയ്ക്ക് വിലയിടിവ്. ആഗോള വില താഴ്ന്നും ആഭ്യന്തര വില ഉയർന്നും നിൽക്കുന്നത് കമ്പനികളുടെ മാർജിൻ മെച്ചപ്പെടുത്തുമെന്ന പ്രതീക്ഷയാണ് ഓഹരി വിലയേറ്റത്തിന് കാരണം. റഷ്യയിൽ നിന്ന് ചൈനയ്ക്ക് വിട്ട എണ്ണ ടാങ്കർ തെക്കൻ ചൈന കടലിൽ നിന്ന് ഇന്ത്യയിലേക്ക്. കൂടുതൽ എണ്ണ റഷ്യയിൽ നിന്ന് വാങ്ങാൻ അമേരിക്ക ഇന്ത്യയെ അനുവദിച്ചതോടെയാണ് ഇത്. അക്വാ ടൈറ്റൻ എന്ന കപ്പൽ അങ്ങനെ 21-ന് മംഗലാപുരത്ത്. ബിസിനസ് വാർത്തകൾ വിശദമായി അറിയാൻ ധനം ഓൺലൈൻ.